ഏക സിവിൽ കോഡിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കത്തോലിക്ക സഭയുടെ മുഖപത്രം. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന് മുഖപത്രം. എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപത്തിലെ മുഖപ്രസംഗത്തിലാണ് വിമർശനം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, സത്യദീപത്തിൽ ഏക സിവിൽ കോഡിനെ കുറിച്ച് വിമർശനങ്ങളുണ്ട്. ഏകത, ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകതയ്ക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് സത്യദീപത്തിൽ പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ രാജ്യത്ത് വല്ലാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷയം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ടോ? ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് അല്ല ഈ മുഖപ്രസംഗം. അതിൽ കൃത്യമായി ഏക സിവിൽ കോഡ് എന്നതിനെക്കുറിച്ചാണ്. അതായത് അടുത്ത ഘട്ടം ഏക സിവിൽ കോഡാണ് എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് നേരത്തെ സഭയും നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച് ഒരു മുഖപ്രസംഗം തന്നെ ഈ സത്യദീപത്തിലുണ്ട്. അതിൽ ഏകത്വമോ ഏകാധിപത്യമോ എന്ന തലക്കെട്ടിലാണ് ഈ മുഖപ്രസംഗം. അത് നിശ്ചിതമായ വിമർശനം ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരെ നടത്തുന്നു. ഈ നീക്കം ഭരണഘടനയുടെ അന്തസ്സത്തെ തന്നെ അപകടത്തിലാക്കുന്നതാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. മുസ്ലിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുക, അത് ദളിത്, പിന്നാക്ക, ഈ മത ഭാഷാ ന്യൂനപക്ഷങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ്. അത് നിയമത്തെ അവരുടെ അസ്തിത്വത്തെ അസ്ഥിരപ്പെടുത്തുന്നതാണ് ഈ നിയമം എന്നുള്ളതാണ് ഈ സത്യദീപം ഉയർത്തുന്ന വലിയൊരു വിമർശനം. ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഏകത ഉറപ്പുവരുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അതായത് സാംസ്കാരികവും പ്രാദേശികവുമായ എല്ലാ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയും നിരാകരിച്ച് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഭരണകൂടം നടത്തുന്നത്. ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായ രാമരാജ്യത്തെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയുന്നവരാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത്. അവർ ഏക വ്യക്തി നിയമം നടപ്പിലാക്കുമ്പോൾ അത് ഭാരതത്തിൻ്റെ നാനാത്വത്തെ ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് സഭാ നേതൃത്വം. മാത്രവുമല്ല, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കേണ്ടതിൻ്റെ ഭരണഘടനാപരമായ ബാധ്യതയെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനാകുന്നു. അങ്ങനെ വാചാലനാകുമ്പോൾ ആ വാചാലത പറയുന്നത് രാജ്യത്തിൻ്റെ വ്യത്യസ്തതയെ വ്യക്തമായും റദ്ദു ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നും ഈ മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മതാധിഷ്ഠിത ദേശീയതയെ അപകടകരമാവിധം പ്രാമുഖ്യം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്ത്. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ നിയമവുമായി ന്യൂനപക്ഷ നിയമം സന്ധി ചെയ്യണം എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഏക സിവിൽ കോഡ് അവതരിപ്പിക്കപ്പെടുന്നതും. അത് ഭരണഘടനയുടെ അന്തസ്സത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് എന്ന് വിമർശനം സഭ മുന്നോട്ട് വയ്ക്കുന്നു. ഏക വ്യക്തി നിയമം മുസ്ലിം വിരുദ്ധമായൊരു നിയമം മാത്രമാണ് എന്ന തലത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ അത് അങ്ങനെ മാത്രമല്ല. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ, ദളിതർ, ഭാഷാ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയവരുടെ അസ്തിത്വം തന്നെ അസ്ഥിരമാക്കുന്ന ദൂരവ്യാപക പ്രഹരശേഷിയുള്ളതാണ് ഈ നിയമം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്ര ശരീരത്തെ വികലമാക്കുന്ന അസംബന്ധമാണ് ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം സഭയുടെ മുഖമാസികയിൽ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭ കൃത്യമായി വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ആ നിലപാട് തന്നെയാണ് സാലി. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അവർ ഉദ്ദേശിക്കുന്ന ഏകത എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൻ്റെ ഏകതയാണ്. നാനാത്വങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്തത്. രാജ്യത്ത് മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്നതല്ല, രാജ്യത്തെ എല്ലാ മതന്യൂനപക്ഷങ്ങളെയും ബാധിക്കുന്നതാണ് ഈ ഏക സിവിൽ കോഡ് എന്ന് വളരെ വ്യക്തമായി തന്നെ, ഒരുപക്ഷെ ഈ കഴിഞ്ഞ സമീപ സമയങ്ങളിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ വളരെ രൂക്ഷമായ ഭാഷയിൽ അതിരൂപത ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്, അല്ലേ? അതായത് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖമാസികയാണ് സത്യദീപം കർശനമായ ചില നിലപാടുകൾ മുമ്പും ഇത്തരം വിഷയങ്ങളിൽ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കടുത്ത ഭാഷയിൽ കേന്ദ്ര നിലപാടിനെ വിമർശിക്കുന്നു. ഒന്ന്, രാജ്യത്തൊരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഭരണകൂട തലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ഇതിനകം തന്നെ രാമരാജ്യം യാഥാർത്ഥ്യമാകുന്ന സങ്കല്പത്തിലിരിക്കുന്ന ഭരണാധികാരികൾ അധികാരം കൈയാളുന്ന ഇക്കാലത്ത് അതൊരു സിവിൽ കോഡ് ഏകീകൃതം എന്ന് പറഞ്ഞ് നടപ്പാക്കുമ്പോൾ അത് ആരുടെ നിയമമായിരിക്കും ഏകീകൃത സിവിൽ നിയമം എന്ന തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുക അല്ലെങ്കിൽ നടപ്പാക്കപ്പെടുക എന്ന് സംശയമില്ല
എന്ന് സഭ പറയുമ്പോൾ അത് ഹൈന്ദവ നിയമം മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കുൽസിത നീക്കമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് തന്നെ സഭ പറഞ്ഞു വയ്ക്കുന്നു. അതിനർത്ഥം സഭയ്ക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. പൊതുവിൽ ഈ ഏകീകൃത സിവിൽ കോഡൊക്കെ ഏതെങ്കിലും ഒരു മതന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്ന തരത്തിലുള്ള പ്രചരണം വ്യാപകമാണ്. അപ്പോഴാണ് സഭ അസന്നിഗ്ധമായൊരു നിലപാട് വ്യക്തമാക്കുന്നു. അത് ഏതെങ്കിലും മതന്യൂനപക്ഷത്തെ, വിശേഷിച്ച് മുസ്ലിം മതന്യൂനപക്ഷത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. അത് ദളിതനെ, ഗോത്രവിഭാഗത്തെ, വിവിധ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവരുടെ അസ്തിത്വത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അത് ക്ഷമിക്കണം, ഏതെങ്കിലും കേവലമായ ഒരു നിയമനിർമ്മാണം മാത്രമല്ല, ദൂരവ്യാപക പ്രത്യാഘാതമുള്ളതാണ് എന്നുള്ളതാണ്. അതായത് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാണ് ഈ സഭാ നേതൃത്വം ഈ നിയമത്തെ വിമർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. രാഷ്ട്ര ശരീരത്തെ വികലമാക്കുന്ന അസംബന്ധമാണ് ഈ നിയമം എന്നും സഭ അതിൽ അസന്നിഗ്ധമായി. ശരി, സലിം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖമാസികയായ സത്യദീപത്തിൽ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഏകീകൃത സിവിൽ കോഡിനെതിരെ വന്നിരിക്കുന്നു. രാഷ്ട്ര ശരീരത്തെ വികലമാക്കുന്നതാണ്. ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ നിയമങ്ങൾ ന്യൂനപക്ഷത്തിന് അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആണ് ഈ സിവിൽ കോഡിലൂടെ പുറത്തു വരുന്നതെന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിമർശിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സലിം മുഹമ്മദ് നൽകിയത്.